എന്റെ ശുനരി മോള് എന്റെയാണ്, അമ്മയുടെ ശുനരി പെണ്ണ് എന്റെയാണ്. ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഒരു ചെറിയ വലിയ പണിയിലാണ്. കാരണം ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാനൊരു പ്രോഗ്രാമായിട്ട് ഓസ്ട്രേലിയയിൽ പോയിരിക്കുകയായിരുന്നു. പോയപ്പം അവിടെ വെച്ചിട്ട് നമ്മുടെ സ്വന്തം പെൺകുട്ടി ചെറിയ മോള് അലീന കുട്ടിയുടെ കാലിന് ചെറിയൊരു മുറിവുണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക, ഒരു കുതിര മേടിക്കുമ്പം ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കണതല്ലേ. ഞാൻ പൂച്ചയെ മേടിച്ചപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് അബദ്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയാണ് ഓരോന്നോരോന്ന് നമ്മൾ ശരിയാക്കി വരുന്നത്. അതുപോലെ തന്നെ ഉണ്ടായതാണ്. കുട്ടി വളരുന്നതനുസരിച്ച് പടക്ക് വലുതാവണം എന്നുള്ളത് നമുക്ക് പിന്നെയാണ് മനസ്സിലായത്. പുള്ളിക്കാരി ഇങ്ങനെ എന്താ പറയുക, ലഞ്ചസ് കൊടുക്കുന്ന സമയത്ത് കാല് പോയിട്ട് ഈ സൈഡിൽ തട്ടി കാല് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിപ്പം ലഞ്ചസിന് വേണ്ടിയിട്ട് അവൾക്ക് കുറച്ചും കൂടെ പേടൊക്കെ വലുതാക്കുന്നൊരു ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് അവളുടെ അടുത്തുനിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആലിക്കുട്ടാ, അമ്മയുടെ കുഞ്ഞ് എന്റെയാണ്. എവിടാണ് മുറിച്ചു വെച്ചത്? അമ്മയുടെ ശുനടി പൊന്നെ. അല്ലോ കൊച്ചനോട് കൊള്ള എന്റെ ശുനടി മോള് എന്റെയാണ്, അമ്മയുടെ ശുനരി പെണ്ണ് എന്റെയാണ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവൾക്ക് കടിക്കണം. വാ ചിമ്മണി, കണ്ട കാലിൻ്റെ ഇവിടെ. ചിത്തു ക്യായേ ഓക്കെ. ജിത്തും ഞാനും കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹിന്ദി അധികം അറിയില്ല, ജിത്തുവിന് മലയാളം അറിയില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുകൂടെ കാര്യങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അവലോകനം നടത്താറുണ്ട്. എവിടെ പൊന്നിന്റെ ഉവ്വാവ് എവിടെയാണ് കാണിച്ചതാ? പൊന്നാ അലിക്കുട്ട, അലീന. ഞാനിപ്പോൾ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എന്നെ കുത്താൻ വരുന്നൊരു വരുവേ. അവൾക്ക് ഇഷ്ടമല്ല അവളുടെ പിടക്കിൽ വേറെ ആരെങ്കിലും കയറുന്നത്. അലിക്കുട്ടാ, അലീന എവിടെ ഇറങ്ങണ്ട, വെളിയിൽ പോണ്ട കേട്ടോ. എന്റെ പൊന്ന വെളിയിൽ പോകണ്ട. എന്റെ മുന്നും പൊന്നെൻ്റെ തന്നെയാണ്. ഇതിൻ്റെ പെണ്ണ് എന്റെയാണ്. ഇറങ്ങണ്ട, പണി എടുക്കണം പൊന്ന, പണി എടുക്കണേ. വാ എങ്ങോട്ട് വരണത്? കടിക്കാൻ വേണ്ടിയിട്ടാ. കുഞ്ഞു വാവയാണ്. അവൾക്ക് ഈ മാസം 18-ാം തീയതി അവളുടെ പിറന്നാളാണ്. 1 വയസ്സാവുകയാണ്. അപ്പോൾ അവളുടെ പിറന്നാളോടനുബന്ധിച്ചതും കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. അവൾക്ക് വേണ്ടിയിട്ടുള്ള പടക്ക് വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമ്മൾ എന്ത് ആനിമലിനെ ആണെങ്കിലും നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, അതിന് കറക്റ്റായിട്ട് അതിന് ഓടിക്കളിക്കാനും അതിന് ബ്രീത്ത് ചെയ്യാനും അതിന് എന്താ പറയുക, അതിന് ആവാസ വ്യവസ്ഥയുമായിട്ട് സെറ്റാവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം. നമ്മൾ ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും ചോദിക്കും ഇവിടെ എങ്ങനെയാണ് വളർത്തുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ നമുക്ക് അവളെ എപ്പോഴും കാണണം. രാവിലെ എഴുന്നേക്കും ഇങ്ങനെ കൂന്ന് നോക്കിക്കൊണ്ട് നിൽക്കും അവളങ്ങനെ. കാരണം അലീനാന്ന് വിളിക്കുമ്പോൾ അവളൊന്ന് റിയാക്ട് ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അവള് നമ്മുടെ മോളാണ്, നമ്മുടെ സ്വന്തം കുഞ്ഞു മോള്. 1 വയസ്സ് മാത്രം ആയ നമ്മുടെ കുഞ്ഞു മോളാണ്. അപ്പോൾ അവളിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. മോള് കയറി റൈഡ് ചെയ്യാനുള്ള സമയം അറിയും. കുതിരയെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം. റൈഡിങ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 വയസ്സ് ആ ഒരു സമയത്താവുമ്പോഴാണ് ആവുന്നത്. എടാ വാടാ ഇങ്ങോട്ട് അലീന. അലീന കൂട്ടാ, അലീന എവിടെയാണ്? അലീന അപ്പോൾ അവിടെ പോയി നിൽക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ബാക്കി ഇതിൻ്റെ പണി ഏകദേശം തീർന്നതിന് ശേഷം ഞാൻ വീഡിയോ ഔട്ട് ചെയ്യുള്ളൂ. ഇതിപ്പം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒരു 3ാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു നമ്മൾ പൊളിച്ചത്. ഓരോ പ്രാവശ്യം ഇങ്ങനെ പൊളിക്കും ചെയ്യും. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ശരിയാവുന്നത്. പുതിയ ഐഡിയാസുകൾ വരും, ആവശ്യങ്ങൾ വരും. അപ്പം നമ്മളിങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കും. പൂച്ചക്കൂട് അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ നമ്മളിതാ അലീനയുടെ കൂടും ഇങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറയുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ കൂടെയുള്ള ആളുകൾ, അയാളുടെ ആഗ്രഹങ്ങൾ, അയാളുടെ സ്വപ്നങ്ങൾ, അയാളുടെ ആവശ്യങ്ങൾ, അതിനനുസരിച്ച് നമ്മുടെ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഫൈനൽ ഔട്ട് എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ അതങ്ങനെ
എന്ത് തിന്നണേ അവിടെ? എന്താ എന്റെ പൊന്ന് തിന്നണ നമ്മുടെ കുഞ്ഞി? കാലെവിടെ ഉവാവു? എന്റെ പൊന്നിന്റെ ഉവാവു ഉവാവു എവിടെയാണ്? ഉദരേനാ? ഉദർ കുച്ച് നയ്യാനാ? ആ ഫ്രണ്ട് പോർഷൻ ഏനാ? ഓ പ്രോബ്ലം അല്ലടാ പൊന്നാ. പൊന്ന് കുഞ്ഞാന്ന് പറ. പൊന്ന് കുഞ്ഞു വാവയാ പറ. നിന്നെ ഒരുപാട് പേര് ചോദിച്ചു, എന്റെ പൊന്ന് ഇന്ത്യനൊക്കെ ചോദിച്ചു, നിന്റെ മരുന്നെ പോയി മൂക്ക് വെച്ച് ചെയ്യണത്. സാധാരണ കുതിരയുടെ ബാക്കിൽ പോയി നിൽക്കാൻ പാടില്ല. അങ്ങോട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തെങ്കിലൊക്കെ മാത്രമേ ആള് ബാക്ക് കിക്കൊക്കെ ചെയ്യുള്ളൂ. നമ്മൾ ഒരുപാട് കുറുമ്പ് കാണിക്കാൻ നിൽക്കും. നോർമലി ഇപ്പം നമ്മളായിട്ട് സെറ്റായി കഴിഞ്ഞാൽ ആള് നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് അങ്ങ് പൊക്കോളും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബാക്കിൽ നമുക്ക് അറിയത്തില്ലല്ലോ. എന്തായാലും നമ്മൾ ആനിമലാണ്, ആനിമലായിട്ട് തന്നെ നമ്മൾ കാണണം. ഇല്ലെങ്കിൽ അത് വന്നിട്ട് എന്താ പറയുക, നമ്മൾ അറ്റാക്ക് ചെയ്തതിന് ശേഷം അയ്യോ അത് ഞാൻ വളർത്തുന്ന പെറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ലടാ കടിക്കരുത് അടി 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 അമ്മോ അടി 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 കണ്ട കുറുമ്പ് കാണിക്കണുണ്ട് അവള്. ചെറിയ ഭയമുണ്ട്, പറയാൻ പറ്റില്ലല്ലോ. പുറത്തിറങ്ങിച്ചില്ല ആളെ, അതിൻ്റെയാണ് ഈ ഒരു കുറുമ്പ്. അല്ല പൊന്നാ, മുറ്റിന് പുറത്ത് ഇറക്കിയില്ലേ എൻ്റെ പൊന്നിനെ. ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളുണ്ട്. ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഒരു ഐസ്ക്രീം പോലെ അല്ല നമ്മൾ ചോക്ലേറ്റ് പോലെ കഴിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ വാട്ടർമെലനും അതുപോലെ ക്യാരറ്റുമാണ് ആശാത്തിക്ക് ഏറ്റവും ഇഷ്ടം. അത് രാവിലെയും രാത്രിയിലും കൊച്ചിന് കിട്ടണം, ഇല്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമമാണ്. കുഞ്ഞാ ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളെന്താ പറയുക, നമ്മളൊരു കാഴ്ചപ്പാടാണ്. ആള് തട്ടിക്കളയില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഇതെല്ലാം കഴുത്തൊക്കെ ഇങ്ങോട്ടിടും, കാല് മുറിക്കും, അങ്ങനൊരു അവസ്ഥകളുണ്ട്. ഇതാളുടെ ഫുഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു സംഭവങ്ങൾ. ഇത് ക്ലീൻ, പക്ഷെ നമുക്ക് ഹൈറ്റിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഫുഡ് കഴിക്കാൻ ആ ഒരു ടൈമിലേ നമ്മളിത് കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കും. ആൾക്കുള്ള ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഫുഡും ജിത്തുവിൻ്റെ കുക്കിംഗ് ഏരിയ ആണിത്. ഇത് ജിത്തുവിൻ്റെ ലൈറ്റായിട്ടുള്ള കുക്കിംഗ് ഏരിയ, ജിത്തുവിൻ്റെ ആയുധങ്ങളും സാധനങ്ങളുമാണ്. ഓക്കെ, ജിത്തു അപ്പുറത്താണ് കിടക്കുന്നത്. ജസ്റ്റ് ഇവളുള്ളതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കും. ഇത് അവളുടെ കുറച്ച് ഗ്രാസും സാധനങ്ങളും ഒക്കെയാണ് ഇരിക്കുന്നത്. പൊന്നിന് വേനും എൻ്റെ പൊന്നിന്, നമ്മുടെ കുഞ്ഞിക്ക് എന്നെ വേനും. വിശന്നാ? ആയില്ലല്ലോ കുഞ്ഞിന് കഴിക്കാൻ. കഴിക്കാറായില്ലല്ലോ, തട്ടിമറിക്കരുത്. കുഞ്ഞു മോളായിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇവിടേക്ക്. അല്ല, അവളെ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവൾക്ക് 6 മാസമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. തീരെ ചെറുതായിരുന്നപ്പോൾ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് വളർത്തിയതാണ് ഇവളെ, മേടിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം. ഹരി സ്റ്റഡ് ഫാം എന്നാണ് വാങ്ങിച്ചത്, പാലക്കാടുള്ള അവരിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇവളുടെ ഇതിലൊരു പ്രത്യേകത ഉണ്ട്, ഒരു ഫേസിൽ കണ്ടോ, ഹാർട്ട് ഷേപ്പാണ് ഇവളുടെ നെറ്റിയിലുള്ളത്. സ്വീറ്റ് ഹാർട്ട് എന്നും ഇവൾ അറിയപ്പെടും. അല്ലേടാ പൊന്നാ, നമ്മുടെ സ്വീറ്റ് ഹാർട്ടാണ് ഇതിന്, ശുചി പെണ്ണാണിത്. ഇതാണ് അവിടെ ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വരുത്തുന്നതാണ് കേട്ടോ. എന്താ ഗുജറാത്തിൽ നിന്നൊക്കെ വരുത്തുന്നതാണ് എല്ലാം. അവൾക്ക് ഫുഡെല്ലാം വരുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഈ കോളിക്ക്, അതായത് ഈ ഗ്യാസ് പോലെ ഉണ്ടായിട്ട് അവർ പെട്ടെന്ന് മോശപ്പെട്ട ഒരു കണ്ടീഷനിലേക്ക് പോകുന്നൊരു അസുഖമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല ഫുഡ് കൊടുക്കണം എൻ്റെ കുഞ്ഞുമക്കൾക്ക്, ഇല്ലെങ്കിൽ പ്രശ്നമാവും, പനിയൊക്കെ കുറുമ്പി. അപ്പോൾ അവൾക്കുള്ള ഫുഡാണ് ഇത്. കൂടാതെ ധാന്യങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു ഫുഡ് കൂടെ ഉണ്ട്. ഇതാണ് അവൾക്ക് മെയിൻലി കഴിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് അവൾക്ക് കൊടുക്കും. ആദ്യം നമ്മൾ ഇതൊരു ഫ്രൂട്ട് ഗാർഡൻ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എല്ലാം നിറയെ ഫ്രൂട്ട്സിൻ്റെ ഓരോരോ സംഭവങ്ങളും നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നിനെയും എന്താ പറയുക, ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് മാറ്റി വെച്ച്
ചിലതെല്ലാം എന്താ പറയുക കരിഞ്ഞുപോയി. അതിനുശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ പേരയ്ക്കാക്കൂട്ടൻ. നല്ല പേരയ്ക്കാട്ടോ, നല്ല മധുരമാണ്. പിന്നെന്താ കുറച്ച് വാഴയും സപ്പോട്ടയുണ്ട്. ഇപ്പം നിൽക്കുന്ന അത്യാവശ്യം പിടിച്ചതാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് തുളസിയുണ്ട്, പപ്പായയുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. മാങ്ങ എല്ലാം ഉണ്ട്. അപ്പം കുറേ സാധനങ്ങൾ പോയി. അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. നെല്ലി വെട്ടി കൊടുത്തിരിക്കാം, അതിന് ശരിയായി വരണം. ഇതിൽ നിറയെ കസ്റ്റർഡ് ആപ്പിൾ ഉണ്ടാവും കേട്ടോ. നമുക്ക് കുറച്ച് അത്യാവശ്യം ഇതിൽ കിട്ടിയിട്ടുണ്ട്. ചെറുതായിരുന്നപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കായ്ച്ചിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ. ഇതിപ്പോൾ വീണ്ടും പൊളിക്കുകയാണ്. അതായത് അത്യാവശ്യം പൊളിച്ച് നഷ്ടം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നഷ്ടമാണ്. നമ്മളൊരു ആവശ്യമനുസരിച്ച് അങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് കുറച്ച് നഷ്ടങ്ങളുണ്ടാക്കും. എന്നാലും അതിലും വലുതെന്ന് പറഞ്ഞാൽ അവളുടെ ഒരു ആരോഗ്യം എന്നുള്ളത് തന്നെയാണ്. അപ്പം ആ നഷ്ടങ്ങൾക്ക് അപ്പുറം അവളുടെ സന്തോഷവും അവളുടെ ഹെൽത്തും നോക്കിക്കൊണ്ട് നമ്മളിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താവും എന്ന് നമുക്കറിയത്തില്ല. ഇനി സെറ്റാവും എന്നുള്ളതാണ് പ്രതീക്ഷ. ഷൈനിലാണ് നമ്മുടെ വിശ്വാസം, അല്ലേ ഷൈനെ? സെറ്റ് ചെയ്യൂലേ? യെസ് 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 യെസ്. ഇവിടുത്തെ ഈ ഊഞ്ഞാലിൻ്റെ സ്ഥാപകൻ ഷൈനാണ്. ഇവിടുത്തെ ഈ ഒരു പ്രാവശ്യം പെടക്ക് സെറ്റ് ചെയ്തത് അവൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ഓരോ പ്രാവശ്യം അവൻ തന്നെ ഐഡിയ പുതിയതായിട്ട് കൊണ്ടുവരും. ഇനി വേറെ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ നമ്മുടെ ഗാർഡനിൽ വേറെ സാധനമുണ്ട്. അത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല, അത് ഉദ്ഘാടനം ചെയ്യണം. ഇത് കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു കൂടാരം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാച്ചുറലായിട്ട് നമുക്ക് എന്താ പറയുന്നത് ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ, കനൽ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്ത് ഇതിനകത്തോടെ നമുക്ക് കളയാൻ പറ്റും, അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ നിന്ന് കുക്ക് ചെയ്യാനും മഴ നനഞ്ഞ് നശിക്കാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഒരു ഷീറ്റ് പോലെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഷെഡ് പോലെ ചെയ്തിട്ടുമുണ്ട്. കുറേ പണിയുണ്ട്. ഇങ്ങനെ ഓരോ ദിവസം ഓരോരോ പണികളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. അതാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ പണി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് തീരൂലേ ഇത്? മനസാക്ഷിയില്ലാതെ പറയണേ. 3-4 ദിവസം പിടിക്കും അല്ലേ? ഞാൻ സംശയം ചോദിക്കട്ടെ, ഇതോടെ സെറ്റ് ആവുമല്ലോ? അതാണ്. ഇതാ ഇവിടെ എല്ലാം അവൾക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന സാൻഡാണ്, അകത്ത് വിട്ടിട്ടുണ്ട്. നേരത്തെ ആദ്യം കുറച്ച് മണ്ണ് പോലെ ആയിരുന്നു കിടന്നുകൊണ്ട്. പക്ഷെ 2-3 പ്രാവശ്യം അവൾ ഈ ഓടുമ്പം നിലത്തിങ്ങനെ കുത്തി നോക്കും, ഇങ്ങനെ നോക്കി നോക്കി ഓടുമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇവിടെയും കൂടെ നമ്മൾ സാൻഡ് ഇട്ടത്. ഇനിയിപ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ചും കൂടെ സാൻഡ് സെറ്റ് ചെയ്യണം, എങ്കിലേ അവൾക്ക് പ്രോപ്പറായിട്ട് ഓടാൻ പറ്റത്തുള്ളൂ. ഇത് സെറ്റാകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, പണ്ട് എൻ്റെ ഡാഡി പറയാറുണ്ടായിരുന്നു, വാകീറിയ തമ്പുരാൻ എരിയും തരുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവസാനം എൻ്റെ മാർഗ്ഗം തമ്പുരാൻ കാണിച്ചു തരും അല്ലേ? അപ്പോൾ നമുക്കങ്ങനെ നോക്കാം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വഴിയെ ഞാനും പോവാണ്. പിന്നെന്താ വേറെ വിശേഷങ്ങൾ എന്താ, കുറച്ച് വിശേഷങ്ങൾസ് ഉണ്ട്. അത് ഓരോന്ന് പറഞ്ഞുതരാം. നമ്മുടെ പൂച്ചക്കൂടൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സംഭവം കൂടെ ഉണ്ട്, അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ അത്യാവശ്യം ഡെയിലി വിശേഷങ്ങളായിട്ട് വരാമെന്നാണ് ഞാനിപ്പം വിചാരിച്ചിട്ടിരിക്കുന്നത്. അപ്പം ഡെയിലി വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഞാൻ വരും. ഓക്കെ. കുറേ ആളുകൾ ഇപ്പോൾ ഈ ഒരു ട്രാവൽ പോയപ്പോഴാണ് ചോദിച്ചു, പൂച്ചക്കുട്ടികൾ എന്തെടുക്കുന്നു, കുതിര സുഖമായിട്ടിരിക്കുന്നു, നമ്മുടെ ചാപ്പോയെ അന്വേഷിച്ച ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മൃഗസ്നേഹികൾക്കും, പെറ്റ്സിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളും എനിക്ക് പറഞ്ഞു തരിക. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടുകൾ നടത്തി നമ്മൾക്ക് മുന്നോട്ട് പോവാം. സോ വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബാക്കി വിശേഷങ്ങളോടെ ഞാൻ ഇതിനോട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഇനി വേറെ വാക്കും പ്രവൃത്തികളൊന്നുമില്ല. ടാറ്റ.